ത്തെ വാക്യമാണ് നമ്മൾ വായിക്കേണ്ടത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേർഡ്സ് 7. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേർഡ്സ് 7. 1 പത്രോസ് 4:7 വായിക്കാം. എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി. സ്തോത്രം. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. പത്രോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ സ്തോത്രം ദൈവസഭയ്ക്ക് സംഭാവന ചെയ്യുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. പത്രോസ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ശിഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ ചരിത്രം പറയുന്നത് പത്രോസ് രക്തസാക്ഷിയായിട്ട് ആണ് എല്ലാവരും തന്നെ ബഹുഭൂരിപക്ഷം ശിഷ്യന്മാരും അപ്പസ്തലന്മാരും യോഹന്നാൻ അപ്പസ്തലൻ ഒഴിച്ച് വെളിപ്പാട് പുസ്തകവും യോഹന്നാന്റെ സുവിശേഷവും ലേഖനങ്ങളൊക്കെ എഴുതിയ യോഹന്നാൻ അപ്പസ്തലൻ. ആ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. പത്രോസിനെയും സ്തോത്രം അവർ ക്രൂശിക്കാൻ പ്ലാനിട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ അരുമനാഥനെ ക്രൂശിച്ചതുപോലെ നിങ്ങൾ എന്നെ ക്രൂശിക്കരുത്. എന്നെ നേരെ തല കീഴായിട്ട് ക്രൂശിക്കുക, തല താഴെ കാലും മുകളിലുമായിട്ട്. തല കീഴായിട്ടാണ് പത്രോസിനെ ക്രൂശിച്ചതെന്നാണ് ചരിത്രകാരന്മാർ ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കർത്താവിന് വേണ്ടി കഷ്ടം ശ്രമിച്ച, കർത്താവിന് വേണ്ടി ത്യാഗം ശ്രമിച്ച, കർത്താവിന് വേണ്ടി തല കീഴായി ക്രൂശിക്കപ്പെട്ട ഒരു അപ്പസ്തലനാണ് പത്രോസ്. ആ പത്രോസിന്റെ 2 ലേഖനങ്ങളും വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്. വളരെ ദൈവമക്കൾക്ക് സ്മരണീയമായ, വളരെ ദൈവമക്കൾക്ക് സ്തോത്രം മനസ്സിലാക്കേണ്ട, ഗ്രഹിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, നമുക്ക് ഒരു പ്രതിയോഗിയേ ഉള്ളൂ. ആ പ്രതിയോഗി എന്ന് പറയുന്നത് പിശാചാണ്, സാത്താനാണെന്ന് വളരെ വ്യക്തമായി പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ലേഖനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വിടുതലും ഏറ്റവും അനുഗ്രഹവുമാണ്. ഇന്ന് പകലിലും നമുക്ക് ആ ലേഖനത്തിൽ നിന്ന്, 1-ാമത്തെ ലേഖനത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ് ഇവിടെ നമുക്ക് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ആമേൻ. നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തത് വാക്യം കൂടെ പറയുന്നത് ഇങ്ങനെയാണ്: സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവര് ആയിരിക്കും. അപ്പോൾ ഇവിടെ താൻ പറയുന്ന എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധി ഉപദേശം, നമുക്കൊരു മുന്നറിയിപ്പ് തരിക. എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുമ്പോൾ സ്തോത്രം ഇന്ന് കാണുന്ന സകലത്തിൻ്റെയും ആത്മീയമായിട്ടുള്ള വിഷയങ്ങളും ഭൗതികമായിട്ടുള്ള മണ്ഡലങ്ങളിലും ഒക്കെ ഒരു അന്ത്യം കുറിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു സമാപ്തി വരുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു സമാപ്തി വരുവാനായിട്ട് പോകുന്നത് കൊണ്ട്, അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ അങ്ങ് നടന്നു എന്നല്ല പറയുന്നത്. മറിച്ച് സ്തോത്രം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്നാണ് പത്രോസ് രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സുബോധമുള്ളവരായിരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ച് നമുക്കറിയാം. സ്തോത്രം. നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുകയും നമുക്ക് ശക്തി പകരുകയും അപ്പോൾ തന്നെ മുന്നേറുവാൻ ആവശ്യമായ ബലം നൽകുകയൊക്കെ, ബലം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്
എവിടെ നിന്നാണ്? പ്രാർത്ഥനയിൽ നിന്നാണ് നമുക്ക് ശക്തി ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ സ്തോത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: പ്രാർത്ഥനയോടുകൂടെയാണ് താൻ മരിച്ചത്. സ്തോത്രം. കല്ലേറ് കൊള്ളുമ്പോഴും താൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരിമനാഥൻ പ്രാർത്ഥനയോടുകൂടെ, പ്രാർത്ഥനയുടെ നിലവിളിയോടുകൂടെയാണ് ജീവൻ വെടിഞ്ഞത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മോഡലായിരുന്നു, ഒരു മാതൃകയായിരുന്നു നമ്മുടെ കർത്താവ്. ആ നിലയിൽ അരിമനാഥൻ വളരെ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, ക്രൂശീകരണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു, തിരുവാമേൻ സ്തോത്രം. അപ്പോൾ തന്നെ തന്റെ ഓരോ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പും താന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോഴും സ്തോത്രം, 4 അപ്പം കൊണ്ട് 7000 പോഷിപ്പിച്ചപ്പോഴും ഒക്കെ സ്തോത്രം നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? അവൻ പ്രാർത്ഥിച്ചു. ഇന്ന് പകലിൽ ആമേൻ അങ്ങനെ പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണെങ്കിൽ ഇവിടെ പത്രോസ് ഓർപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശിഷ്യന്മാരെ സംബന്ധിച്ച് ശിഷ്യന്മാരെ കർത്താവിനോട് ആമേൻ സ്തോത്രം അന്ന് പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കത് എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ സ്തോത്രം 11-ാം അധ്യായം ഒന്നെടുത്ത് 11-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, വൈദ്യങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ കഴിയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹത്തിനാകൊണ്ട് എഴുന്നേറ്റ് അവനെ കൊടുക്കിയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നതോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പേൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പേൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുമേൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പ്രാർത്ഥനയുടെ പ്രായോഗിക തലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അവിടെ വിവരിക്കുന്നത്. ഈ ഒരു ഉപമ പോലെ ഈ ഒരു കാര്യം അവിടെ കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് തിയറി ഉണ്ട്. സ്തോത്രം അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ പലർക്കും അറിയാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആ പ്രാർത്ഥനയുടെ പ്രാക്ടിക്കൽ വശം, സ്തോത്രം, പ്രാർത്ഥനയുടെ പ്രാക്ടിക്കൽ വശം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഉപമ നമ്മുടെ കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നത്. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം അതിന്റെ പ്രാക്ടിക്കൽ വശമാണ്. ആ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ച് 11-ന്റെ 5. ഇരിക്കട്ടെ, മതി. സ്തോത്രം. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥനയുടെ സ്തോത്രം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, അതേത് നിലയിലാണ് നമുക്കത് ലഭിക്കുന്നത് എന്നുള്ളത് ഒരു പ്രാവർത്തിക പദത്തിലേക്ക് എങ്ങനെ പ്രാർത്ഥന സഫലമാക്കണമെന്നുള്ള ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് കർത്താവ് അത് അവിടെ പറയുന്നത്. ഇവിടെ 3 സ്നേഹിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. 3 സ്നേഹിതന്മാരുടെ രൂപമേ നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. 3 സ്നേഹിതന്മാരുണ്ട്. 1-ാമത്തെ സ്നേഹിതൻ നമ്മുടെ വായിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഥ അടച്ച് ഭാര്യയും കുഞ്ഞുങ്ങളുമായി കിടക്കുന്ന സഹോദരൻ എന്ന് വെച്ച 1-ാമത്തെ സഹോദരൻ. 2-ാമത്തെ സ്നേഹിതൻ ഈ കഥ കടച്ച് കുഞ്ഞുങ്ങളുമായി കിടക്കുന്ന സ്നേഹിതന്റെ വീട്ടിൽ വരുന്ന സ്നേഹിതൻ 2-ാമത്തെ സ്നേഹിതൻ. 3-ാമത്തെ സ്നേഹിതൻ ആരാണ്?
ഈ വീട്ടിൽ അപ്പം ചോദിച്ചു വരുന്ന സ്നേഹിതന്റെ വീട്ടിൽ അർദ്ധരാത്രിക്ക് വന്ന സ്നേഹിതൻ കണ്ടോ. അപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളുമായി കഥ കടച്ച് കിടക്കുന്ന സ്നേഹിതൻ, അവന്റെ അടുക്കൽ ആ സ്നേഹിതന്റെ അടുക്കൽ വന്ന് അപ്പം ചോദിക്കുന്ന രണ്ടാമത്തെ സ്നേഹിതൻ, മൂന്നാമത്തെ സ്നേഹിതൻ അർദ്ധരാത്രിക്ക് ഈ അപ്പം ചോദിച്ചു വന്നവന്റെ വീട്ടിൽ വന്ന സ്നേഹിതൻ. അങ്ങനെ 3 സ്നേഹിതന്മാരെയാണ് നമ്മുടെ കർത്താവ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ 3 സ്നേഹിതന്മാരെ കുറിച്ച് അവിടെ പറയുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, സ്തോത്രം, ആമേൻ, ഈ കിടക്കുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ അടുക്കൽ തന്റെ സ്നേഹിതൻ വന്ന് അപ്പം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന, ആരോട് സംസാരിക്കുന്നത്, അദ്ദേഹം പറയുന്ന 3-4 തടസ്സങ്ങൾ, ഏതാണ്ട് 4 തടസ്സങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 4 തടസ്സങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ 4 തടസ്സങ്ങൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, സ്തോത്രം, ഒന്നാമത്തേത് താൻ പറയുന്നത് എന്താണ്? ഒന്നാമത്തേത് താൻ പറയുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുത്. ഇനി രണ്ടാമത്തേത്, ഞാൻ കഥ കടച്ചിരിക്കുന്നു. 3, അപ്പം 4 ആയല്ലോ അല്ലേ? 1, എന്നെ പ്രയാസപ്പെടുത്തരുത്. 2, ഞാൻ കഥ കടച്ചിരിക്കുകയാണ്. 3, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. പിന്നെ എഴുന്നേറ്റ് തരാൻ എനിക്ക് കഴിയത്തില്ല. 4 ദിവസം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ വളരെ ശാന്തമായിട്ട് നിങ്ങളോട് ഗ്രഹിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ 4 തടസ്സങ്ങൾ എവിടെ ഉണ്ടാവും? ഇവിടെ 4 തടസ്സങ്ങളാണ്. ഈ 4 തടസ്സങ്ങളും ഈ സ്നേഹിതൻ പറഞ്ഞിട്ടും ഈ വന്ന പുള്ളി വിടുന്നുണ്ടോ? വന്ന പുള്ളി എന്താ ചെയ്യുന്നത്? ഈ കക്ഷി വീണ്ടും 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 മുട്ടിക്കൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും വീണ്ടും വീണ്ടും ഇങ്ങനെ മുട്ടാൻ കാര്യം? ഹല്ലേലൂയ. 4 തടസ്സങ്ങൾ ഈ അകത്ത് കിടക്കുന്ന ആള് പറഞ്ഞില്ലേ? അകത്ത് കിടക്കുന്ന ആള് 4 തടസ്സങ്ങൾ പറഞ്ഞിട്ടും ഈ വന്നവൻ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കാനുള്ള കാരണം എന്താ? നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിങ്ങനെയാണ്. സ്തോത്രം. ഈ 4 തടസ്സങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ അപ്പമില്ല എന്ന് ഇവ പറഞ്ഞില്ല അല്ലേ? 4 തടസ്സങ്ങൾ പറഞ്ഞു. കഥ കടച്ചു, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചു, കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ കിടക്കുകയാണ്, എനിക്ക് എഴുന്നേറ്റ് തരാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അപ്പം വീട്ടിലുണ്ടെന്ന. അപ്പം വീട്ടിലുണ്ട്, സ്തോത്രം. പക്ഷെ അത് തരുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കണമേ, ഈ മുട്ടുന്നവൻ വീണ്ടും വീണ്ടും മുട്ടുക. കാരണം എന്താണ്? അവനറിയാം 4 തടസ്സങ്ങളെ പറഞ്ഞുള്ളൂ, അപ്പമില്ലെന്ന് പറഞ്ഞില്ല. മാത്രമല്ല, ഈ അകത്ത് കിടക്കുന്നവൻ തന്റെ ഉറ്റ മിത്രമാണ്. അകത്ത് കിടക്കുന്നവൻ തന്റെ ഉറ്റ സ്നേഹിതനാണ്. അവിടെ നിന്ന് ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ അവൻ പ്രാർത്ഥിക്കും, അവിടെ അവൻ ചോദിക്കുമ്പോൾ സ്തോത്രം അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് അവനറിയാം. തടസ്സങ്ങൾ പലത് പറഞ്ഞാലും എന്റെ സ്നേഹിതനാണ് അകത്ത് കിടക്കുന്നത്. സ്തോത്രം. അവൻ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുള്ളൊരു ഉറപ്പ് അവനുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. നമുക്ക്
ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ട ഒറ്റ ഒരാളേ ഉള്ളൂ. അതാരാണ്? അബ്രഹാം. ദൈവം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ട ഒറ്റ ഒരാളേ ഉള്ളൂ. അതാണ് അബ്രഹാം. നമുക്ക് രണ്ട് വാക്യങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമേൻ. ഒന്നാമതായിട്ട് നമുക്ക് സ്തോത്രം യെശയ്യാപ്രവചനം അതിൻ്റെ 41-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 41-ന്റെ 8-ാമത്തെ വാക്യം. കണ്ടോ? അപ്പം ഒന്നാമത് അബ്രഹാമിനെ കുറിച്ച് പറയാണ്. അബ്രഹാം ആരാണ്? ദൈവത്തിന്റെ സ്നേഹിതനാണ്. രണ്ടാമത് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെന്ന് പറയുന്ന രണ്ടാമത്തെ വാക്യം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമാണ്. സ്തോത്രം. 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. 2 Chronicles chapter 20 verse 7. 2 Chronicles chapter 20 verse 7. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന് മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാം സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. സ്തോത്രം. അവിടെയും എന്താ പറയുന്നത്? നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. ഈ രണ്ട് വാക്യങ്ങളിലും സ്തോത്രം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാം പിതാവ് ആരുടെ സ്നേഹിതനാണെന്നാണ്? ദൈവത്തിന്റെ സ്നേഹിതനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്നേഹിതനോട് അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. അപ്പൊ സ്നേഹിതന്മാർ തമ്മിലുള്ള സംസാരമാണ് പ്രാർത്ഥന എന്നാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് പാർക്കുന്ന ദേശം സോദോം ഗൊമോറ തീ കത്തിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കയിൽ ഇരിക്കുന്ന ആരോടും അല്ല വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ആരോടാ പറഞ്ഞത്? അബ്രഹാമിനോട് പറഞ്ഞു. സ്തോത്രം. ഞാന് സോദോം നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, അത് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്, കത്തിക്കാൻ വേണ്ടി പോവുകയാണെന്ന് സ്നേഹിതനോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. സ്നേഹിതന് ചെയ്യാനുള്ള കാര്യം ചെയ്തോണം. സ്തോത്രം. സ്നേഹിതൻ ചെയ്യാനുള്ള കാര്യം ചെയ്തോണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊക്കെ ആണെങ്കിലും സ്തോത്രം, നമുക്ക് എന്തെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആരോടാ പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയായിരിക്കും പാസ്വേഡാണ്. ചുമ്മാതെ എന്നോട് ചിലപ്പോൾ അവസാനം ആയിരിക്കും പറയാം. എന്നോടെന്ന് പറഞ്ഞാൽ മീൻസ് പാസ്, അതായത് പറയാം. എന്നാൽ ഞാനങ്ങ് ഓപ്പണായിട്ട് പറയാം, നമ്മൾ ആദ്യം ആരോടെ പറയുന്നത്? ആരും പറയുന്നില്ല. നമ്മൾ ആദ്യം സ്നേഹിതന്മാരോടെ പറയും. അല്ലേ? നമുക്ക് ഒരു ഉദാഹരണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വാട്സാപ്പിൽ DP ഇടുമല്ലോ. വാട്സാപ്പിൽ DP ഇടുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ്. ഞാൻ എൻ്റെ മക്കളൊക്കെ ഇന്നുവരെ എൻ്റെ ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങളുടെ ആരുടെ ചിലരുടെ കണ്ടൊക്കെ ഇട്ടു എനിക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇടുന്നത്? പോലീസ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. സ്തോത്രം. ആരുടെ കൂടെയുള്ള ഫോട്ടോ ഇടുന്നത്? എപ്പോഴും കൂട്ടുകാരുടെ കൂടെയുള്ള ഫോട്ടോ അല്ലേ? കൂട്ടുകാരുടെ കൂടെയുള്ള ഫോട്ടോയാണ് ഇടുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്നേഹിതന്മാരാണ് ഏറ്റവും പ്രധാനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹിതന്മാരാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ സ്വാതം നശിപ്പിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ദൈവം തന്റെ സ്നേഹിതനായ അബ്രഹാമിനെയാണ് വിളിച്ചത്. അറിയാതെയല്ല, അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ,
ഞാൻ സ്വതം നശിപ്പിക്കാൻ പോകും കേട്ടോ. ഇത് പറഞ്ഞ മാത്രയിൽ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ഇടിവ് നിൽക്കാൻ തുടങ്ങി. സോദോമിന് വേണ്ടി ഇടിവ് നിൽക്കാൻ തുടങ്ങി. അബ്രഹാം പറഞ്ഞു, ദൈവമേ 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല. സ്തോത്രം. അത് പറഞ്ഞു 40 പേരോ 40 പേരാണെങ്കിലും നശിപ്പിക്കത്തില്ല. അപ്പോൾ വീണ്ടും പറയുകയാണ് 30 ആണെങ്കിലും നശിപ്പിക്കത്തില്ല. അപ്പോൾ ഉടനെ പറയുകയാണ് 20. സ്തോത്രം. ദൈവം പറഞ്ഞു ഇല്ല. ഒന്നുകൂടെ പറയാം 10. സ്തോത്രം. ഇല്ല. അവസാനം പറയാ ഒരാള്. സ്തോത്രം. ഹല്ലേലൂയ. അതാരെ ഉദ്ദേശിച്ച? അത് ലോത്തിനെ ഉദ്ദേശിച്ച. പക്ഷെ പുള്ളിയെ വലഞ്ഞു പോയ ആളാണ്. വഹിക്കണം. ഇത്രമാത്രം ദൈവസന്നതിയിൽ ഇങ്ങനെ ചോദിക്കാൻ ആരെ കൊണ്ട് പറ്റും? 50 തുടങ്ങി താഴോട്ട് വന്നു, 1 വരെ വന്നു. സ്തോത്രം. കണ്ടോ? സ്നേഹിതന്മാരോടല്ലേ നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അബ്രഹാമിനെ ദൈവം തന്റെ സ്നേഹിതനായി കണ്ടെങ്കിൽ അബ്രഹാമും ദൈവത്തെ ആ നിലയിൽ കാണുകയാണ്. എന്റെ സ്നേഹിതനായത് കൊണ്ട് 50, 40, 30, 20, 10, 1 എന്നിങ്ങനെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ആ ദേശത്തിന് വേണ്ടി തന്നെ ഇടിവിൽ നിന്നു. ഒടുവിൽ ലോത്തിനും കുടുംബത്തെയും മാത്രം രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ലോത്തിന്റെ ഭാര്യ ഓടി പോകുമ്പോ പുള്ളിക്കാരി ഒരു പണി ഒപ്പിച്ചു. ദൈവം പ്രത്യേകം പറഞ്ഞാൽ തിരിഞ്ഞ പക്ഷെ പുള്ളിക്കാരി എന്ത് ചെയ്തു? ഈ ചിലരൊക്കെ പറയാറുണ്ട്, എനിക്കറിയത്തില്ല, ഈ വളർത്തുമൃഗങ്ങളെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ആടും കന്നുകാലിയും അതിലൊക്കെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും സ്തോത്രം ഒരാൾ പറഞ്ഞു കോഴി മുട്ടയിട്ടിട്ട് പിന്നെ കോഴി പിന്നെ കരയുന്ന അവസ്ഥ കേട്ടപ്പോൾ ഈ ഭാര്യ ലോകത്തിൻ്റെ ഭാര്യ തിരിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെനിക്കറിയത്തില്ല, അങ്ങനെയൊന്നും വചനത്തിനകത്തില്ല. എന്തായാലും ഈ കക്ഷി തിരിഞ്ഞു നോക്കിയത് കൊണ്ട് എന്താ സംഭവിച്ചു? 30 ഗുണായിപ്പോയി അല്ലേ? 30 ഗുണായിപ്പോയി. ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ പോയില്ലെങ്കിൽ സംഗതി ഇപ്പോഴും ചെറിയ തീരുമാനമൊക്കെ സംഭവിച്ചെന്ന് തോന്നുന്നില്ല. എപ്പോഴും ഉണ്ട്. സ്തോത്രം. അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട് ആ ഒരു സ്റ്റാച്ചു, ആ ഒരു ഫിഗർ. അത് ലോകത്തിന്റെ ഭാര്യയാണെന്നാണ് പറയുന്നത്. 30 ഗുണായി എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പം അതിനും അങ്ങനെ പറയുന്നു. അപ്പൊ ആ നിലയിൽ അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താ? തിരിഞ്ഞു നോക്കി. സ്തോത്രം. എന്നാൽ ലോത്ത് രക്ഷപ്പെടാനായിട്ട് ഇടയായി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സ്നേഹിതനായ സ്തോത്രം ആമേൻ അബ്രഹാമിനോട് ദൈവം കാര്യങ്ങളെ അറിയിച്ചിട്ടാണ് ദൈവം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്. ആ പ്രാർത്ഥന, ആ സംഭാഷണത്തിൽ ഹല്ലേലൂയ സ്തോത്രമായ ഇടപാടുകളിൽ ആ ബന്ധത്തിൽ നിന്നാണ് സ്തോത്രം മറുപടി ഉരുത്തിരിഞ്ഞു വരുന്നത്, മറുപടി നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നമുക്ക് അവിടെ ആ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ സ്തോത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വിഷയം ഇതാണ്. സ്തോത്രം. ഈ വന്ന സ്നേഹിതന്റെ വീട്ടിൽ മാത്രമേ അപ്പത്തിന് കുറവുള്ളൂ, പരാധീനതയുള്ളൂ. സ്തോത്രം. എന്നാൽ സ്തോത്രം അവൻ ആരുടെ അടുക്കലാണോ വന്നത് അവന് കുറവൊന്നുമില്ലാത്തവനാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം ആമേൻ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയിക്കേണ്ടത് ആരോടാണ്? സകലവും നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. അതാരാ? അത് നമ്മുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി സകലവും നിർവഹിപ്പാൻ കഴിവുള്ള ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. ആ സ്നേഹിതനെ ഇന്ന് പകൽക്കാലം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വേണം ഇവിടുന്ന് പോകുവാനായിട്ട്. ആ നല്ല സ്നേഹിതനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പോകുവാൻ
കഴിയണം. ആ നല്ല സ്നേഹിതനാരെന്ന് തിരിച്ചറിഞ്ഞു പോകുവാനായിട്ടിടയായി തീരണം. അതാണ് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മളെ ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യം പരിഹരിക്കാൻ പറ്റും എന്ന്, തന്റെ ആവശ്യം പരിഹരിക്കാൻ പറ്റുമെന്ന് ബോധ്യമുള്ള സ്നേഹിതരെടുക്കലാകും വന്നത്. അവൻ നമുക്ക് ഒരു സ്നേഹിതനുണ്ട്. ഇനി ഇവൻ വന്നത് എപ്പോഴാണ്? ഇവൻ വന്നത് അർദ്ധരാത്രിക്കാണ് വന്നത്. അർദ്ധരാത്രിക്കാണ് വന്നത്. അപ്പൊ കർത്താവ് അതിൽ നിന്ന് പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ നല്ല സമയം എപ്പോഴാണ്? അർദ്ധരാത്രിയാണെന്നാണ്. അതാണ് അർദ്ധരാത്രിക്ക് വന്നത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പറ്റിയ സമയം എപ്പോഴാണ്? അർദ്ധരാത്രി സമയം. അർദ്ധരാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് കരയുന്ന മാതാപിതാക്കളെ, സ്തോത്രം, സഹോദരിമാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? ഇനി അർദ്ധരാത്രി ഉള്ള പ്രാർത്ഥന, സ്തോത്രം, നമുക്ക് വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു സംഭവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. പൗലോസിന്റെ സെക്കൻഡ് മിഷണറി യാത്രയിൽ, 2-ാം മിഷണറി യാത്രയിൽ താന്, സ്തോത്രം, സുവിശേഷമായി പോകുമ്പോൾ, ഹല്ലേലൂയ, ഒരു വെളിച്ചപ്പാട് പറയുന്ന, വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള, സ്തോത്രം, ആമേൻ, ഭൂതാത്മാവ്, വെളിച്ചപ്പാടാത്മാവുള്ള, ഭൂതാത്മാവുള്ള ഒരു ബാല്യക്കാരി, സ്തോത്രം, ഈ പൗലോസിനെ, ശീലാസിനെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഒരിക്കലല്ല, പല ആവർത്തി വിളിച്ചു പറഞ്ഞു, ഇതാ മഹോന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് പല ആവർത്തി വിളിച്ചു പറഞ്ഞപ്പോൾ പൗലോസ് തിരിഞ്ഞു നോക്കി, ആമേൻ, അവളുടെ ഭൂതത്തെ ശാസിച്ചു. അവളുടെ വെളിച്ചപ്പാട് ആത്മാവിനെ ശാസിച്ചു. അങ്ങനെ ശാസിച്ച മാത്രയിൽ ഭൂതം വിട്ടുപോയി. ഭൂതം വിട്ടുപോയപ്പോൾ അവൾക്ക് സുബോധം വന്നു. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വെളിച്ചപ്പാട് അവൾ പറയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവൻ, യജമാനന്മാരുണ്ടല്ലോ, ഇവളെ കൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന യജമാനന്മാർ, അവർക്കത് പ്രയാസമായി. അവരെന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെയും പിടിച്ചിട്ട് ശേരിക്ക് അടിച്ചു, ചന്തസ്ഥലത്ത് കൊണ്ടുപോയി അടിച്ചു, വിസ്തരിച്ചു, എന്നിട്ട് ജയിലിലിട്ടു. സ്തോത്രം. അടി കൊണ്ട് ശരീരമാസകൾ മുറിഞ്ഞ്, തകർന്ന്, മുറുങ്ങി, അതിവേദനപ്പെട്ട് കിടക്കുമ്പോൾ ഈ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുകയാണ്? അവിടെ അർദ്ധരാത്രി, സ്തോത്രം, അവരെന്ത് ചെയ്യുക? രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. കണ്ടോ? അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. സ്തോത്രം. അങ്ങനെ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് 5 സംഭവം അവിടെ ഉണ്ടായി. പെട്ടെന്നൊരു ഭൂകമ്പം. 2, കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. 3, കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. 4, തടവുള്ളികളുടെ കൈമേലും കാൽമേലുമുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 5, സ്തോത്രം, ഹല്ലേലൂയ, കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കണമേ, ഈ 4 സംഭവങ്ങൾ ഒരു അത്ഭുതമാണ്. ഏതാ? അടിത്തറ കുലുങ്ങിയെന്ന്, അടിസ്ഥാനം കുലുങ്ങിയിൽ ഇത് മേലോട്ട് വീണില്ലല്ലോ. ഈ കാരാഗൃഹം വീണില്ലല്ലോ. എന്താ? ഈ കാരാഗൃഹം ഇടിഞ്ഞു, അടിസ്ഥാനം കുലുങ്ങിയിട്ടും കാരാഗൃഹം വീഴാതിരുന്നത് എന്തുകൊണ്ട്? സ്തോത്രം. അത് പണിയുടെ സ്ട്രോങ്നെസ് അല്ല കേട്ടോ. ആമേൻ. ഇത് കുലുക്കിയത് ദൈവം തമ്പുരാനാ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ കുലുക്കിയാൽ, ആമേൻ, അതിന് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് വീഴാതിരുന്നത്. ഇനി കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, അത് അത്ഭുതമാണ്. 2, സ്തോത്രം, വാതിലുകൾ തുറക്കപ്പെട്ടത് ഒരു അത്ഭുതമാണ്. സ്തോത്രം.
കൈമേൽ ചങ്ങലകളെല്ലാം തനിയെ അഴിഞ്ഞു വീണു. കാരാഗ്രഹം കുരുമ്പോ ചങ്ങല എങ്ങനെ അടിയുന്നത്? ചങ്ങല ഒന്നുകൂടെ മുറുകുക അല്ലേ? കുരുക്കം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആകപ്പാടെ കുരുമ്പോ ചങ്ങല ഒന്നുകൂടെ മുറുകയല്ലേ വേണ്ടേ? ഇത് മുറുകയല്ല ചെയ്തത്, തനിയെ അഴിഞ്ഞു വീണു. അപ്പം അത് അഴിഞ്ഞത് എങ്ങനെയാ? ദൈവത്താലാണ് അഴിഞ്ഞത്. എപ്പോഴാണ് അഴിഞ്ഞത്? പ്രാർത്ഥിച്ചപ്പോ, ആരാധിച്ചപ്പോ നടന്ന സംഭവം കേട്ടോ. എപ്പോഴാ സമയം? എപ്പോഴാണ്? അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ സ്തോത്രം നടന്ന സംഭവമാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അഞ്ചാമത്തേത് അവിടെ പറയുകയാണ്, കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു. ഇതൊക്കെ വലിയ കാര്യമാണ്. അതത്ര വലിയ കാര്യമാണ് പുള്ളി ഉണർന്നെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് അത്ര വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിലും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒരു വലിയ കാര്യമായതുകൊണ്ടാണ്. എന്താണ്? ഒരു വാക്ക് എനിക്ക് അതോടൊപ്പം ഓർമ്മ വരികയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിലെ 14-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. സ്തോത്രം. ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ ആരാണ്? ഇവിടെ ഉറങ്ങുന്നവരാരാണ്? ദൈവം ഉണർത്തിയവരും. സ്തോത്രം. ഉണർന്ന് ഈ കാലഘട്ടത്തിൽ ഉണർന്ന കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരുമാണ് ഇവിടെ ഉറങ്ങുന്നവര്. ഇവിടെ മരിച്ചവരാരാണ്? ആത്മീയമായി മരിച്ചു കിടക്കുന്നവര്, ലോകജാതി. സ്തോത്രം. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ, അവരാണ് മരിച്ചവര്. ഹല്ലേലൂയ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉണർത്തിയവരും ഉണരേണ്ടവരും മരിച്ചവരുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങുക. അതല്ലേ ഇന്ന് സഭയ്ക്കൊക്കെ സംഭവിച്ചേക്കുന്നത്? സ്തോത്രം. അല്ലേ? ഹല്ലേലൂയ. സഭയിലൊക്കെ അതല്ലേ ഇന്ന് സംഭവിച്ചേക്കുന്നത്? സ്തോത്രം. എല്ലാവരും ഉറക്കത്തില. സ്തോത്രം. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മണവാളൻ വരുന്നതെന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ ഉറങ്ങാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ മണവാളന്റെ വരവടുത്തു. മണവാളന്റെ വരവടുത്തത് കൊണ്ടാണ് സ്തോത്രം. വിശ്വാസി ഉറങ്ങുന്നത്, പാസ്റ്റർമാർ ഉറങ്ങുന്നത്, രക്ഷിക്കപ്പെട്ടവർ ഉറങ്ങുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മണവാളന്റെ വരവടുത്തു. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ഉണരേണം നമ്മുടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നോക്കണമേ. സ്തോത്രം. ഈ കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ ഉടനെ അവിടെ പറയുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം അവൻ ഉടനെ എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ടപ്പോൾ സ്തോത്രം പൗലോസ് പറഞ്ഞു, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തോത്രം സുവിശേഷം പങ്കുവെച്ചപ്പോൾ സ്തോത്രം ആമേൻ, അവനിൽ കർത്താവിന്റെ പ്രകാശം അവന്റെ ഉള്ളിൽ ജ്വലിക്കുവാനിടയായി. കാരാഗ്രഹ പ്രമാണി കുടുംബമായി രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ഉറക്കമുണർന്നത് രക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി അതൊരു അത്ഭുതമല്ലേ? ഈ പകൽക്കാലം അതൊരു അത്ഭുതമല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നടുവിൽ സ്തോത്രം പൊട്ടാത്ത ഒരു ചങ്ങലയില്ല, അഴിയാത്ത ഒരു ബന്ധനമില്ല, തകർക്കപ്പെടാത്ത ഒരു കാരാഗ്രഹവുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിന്റെ നടുവിലാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. യശയ്യാപ്രവചനം 58 പറയുന്നത് അങ്ങനെയാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറയുന്ന അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, സ്തോത്രം പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഹല്ലേലൂയ. ഇതല്ലയോ ഉപവാസം? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ച് സ്തോത്രം ആമേൻ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മടങ്ങി വരാം. അപ്പൊ അർദ്ധരാത്രിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.
ഒന്നാമത് നമ്മൾ പറഞ്ഞു സ്നേഹിതരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നത്. 2, അർദ്ധരാത്രി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഇവൻ സ്തോത്രം ഒരു സ്നേഹിതനാണ് വന്നത്. ഇവൻ ചോദിക്കുന്ന 3 അപ്പമാണ് ഇല്ലേ? ഒരാളാ വന്നത് 3 അപ്പമാണ് ചോദിക്കുന്നത്. സ്തോത്രം. എന്താ 3 അപ്പത്തിന്റെ പ്രത്യേകത? സ്തോത്രം 3 അപ്പം ചോദിക്കാനുള്ള കാരണം അവിടെ പറയുന്നത്, കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹിതനായ നമ്മുടെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ വ്യക്തതയുണ്ടായിരിക്കണം. കറക്റ്റ് കാര്യങ്ങൾ നമ്മുടെ കർത്താവിനോട് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലരുടെ പ്രാർത്ഥനക്ക് കാട് കയറി പോകും. സ്തോത്രം അല്ലേ? അല്ലെങ്കിൽ നമ്മളങ്ങനെ പ്രാർത്ഥിക്കും. പണ്ട് ഒരാൾ പ്രാർത്ഥിച്ചെന്നാ പറയുന്ന, കർത്താവേ ഇന്ന പത്രോസിയേട്ടൻ്റെ മോൾ ഗ്ലോറി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പെൺകുച്ചിൻ്റെ പേര് കെസിയാന്നാണ്. അപ്പോൾ ഈ അച്ചായൻ പ്രാർത്ഥിക്കുകയാണ് പത്രോസിയേട്ടൻ്റെ മകൾ ഗ്ലോറി. അപ്പോൾ അതിനകത്ത് കെസിയ എന്ന് പറയേണ്ട സ്ഥാനത്ത്, കെസിയാമോൾ എന്ന് പറയേണ്ട സ്ഥാനത്ത് എൻ്റെ പുള്ളി ഒരു ഗ്ലോറി, പെട്ടെന്ന് പേര് കിട്ടാൻ എന്തോ പറഞ്ഞു, ഒരു ഗ്ലോറി കയറി വന്നതാണ്. അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അത് പേര് ആണ് പറഞ്ഞെന്നുള്ള തെറ്റുപറ്റിപ്പോൾ എന്നുള്ള ചിന്ത വരും അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥിക്കും. പിന്നെ കർത്താവേ ഞങ്ങളിങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ സ്തോത്രം അവിടെ നിന്ന് ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു, അതിലെ കൂടെ പോയി നീ അറിയുന്നുണ്ടല്ലോ. ഇതൊക്കെ കർത്താവിന് അറിയത്തില്ല. ഇതൊക്കെ കർത്താവിന് അറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും കാടുകയൊന്നും പോകണ്ട. നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് കാര്യം കർത്താവിനോട് പറയുക. അതാണ് 3 അപ്പം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ വ്യക്തത നമുക്കുണ്ടായിരിക്കണം. വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യബോധത്തെ കർത്താവ് പരിഗണിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് 3 അപ്പം അവിടെ കാണിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് എപ്പോഴും സ്തോത്രം ഒരു 4 തടസ്സങ്ങൾ അല്ലെങ്കിൽ 3-4 തടസ്സങ്ങൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആ തടസ്സങ്ങളെല്ലാം അതിജീവിക്കുവാൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഇതിനകത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് ആമേൻ സ്തോത്രം, ഇത്രയും തടസ്സങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവൻ എന്ത് ചെയ്തു? വീണ്ടും ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ തടസ്സങ്ങൾ നമ്മുടെ ആരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരേലും നമ്മൾ മടുത്തു പോകരുത്. നമുക്ക് സ്തോത്രം അതിൽ ലജ്ജ തോന്നരുത്. നമുക്കതിൽ ക്ഷീണം ഉണ്ടാകരുത്. കാരണം വീണ്ടും ദൈവസന്നിധിയിൽ സ്തോത്രം ആമേൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാ. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് സ്തോത്രം നമുക്ക് വേണ്ടി ദൈവം വരുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. സ്തോത്രം കണ്ടോ? അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. ഇവ 3 അപ്പമാണ് ചോദിച്ചത്. 3 അപ്പം ചോദിച്ചപ്പോൾ 3 അപ്പമാണോ കൊടുത്തത്? അല്ല. സ്തോത്രം വേണ്ടുന്നിടത്തോളം. ദൈവം അതിനെങ്ങനെ പറയുന്നത്? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്തോത്രം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുന്ന, ഹല്ലേലൂയ, ശക്തിയാൽ ചെയ്യുന്നവരാണ് സ്തോത്രം ആമേൻ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ സ്നേഹിതൻ. ആമേൻ സ്തോത്രം എന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവ് ഈ 3 സ്നേഹിതന്മാരുടെ പ്രാർത്ഥനയിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നിലയിൽ ഈ ദിവസങ്ങളിൽ നമുക്കും ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് അതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മെ അലട്ടുന്ന വിഷയങ്ങൾ, നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, നമുക്ക് പ്രയാസമുള്ള വിഷയങ്ങൾ,
നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണെന്ന് ഇന്ന് പകൽക്കാലവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്ക് മാത്രമേ പരാധീനതകളുള്ളെങ്കിലും സ്തോത്രം, നാം പ്രാർത്ഥിക്കുന്ന, നാം ചോദിക്കുന്നവന് തടസ്സങ്ങളില്ല. അവൻ നമുക്ക് വേണ്ടുവോളം ധാരാളമായി തരുവാൻ മതിയായ ഒരു സ്നേഹിതനാണ്. ഇനി അബ്രഹാമിന് മാത്രമേ ദൈവത്തെ സ്നേഹിതനാക്കാൻ കഴിയുകയുള്ളൂ? അത് ഒത്തിരി വിശദീകരിക്കുന്നൊന്നുമില്ല. അബ്രഹാമിന് മാത്രമേ കഴിയത്തുള്ളൂ ദൈവത്തിന് സ്നേഹിതനാകാൻ? ഇതുവരെ നമ്മൾ കാണുമ്പോൾ അബ്രഹാം മാത്രമേ ദൈവത്തിന് സ്നേഹിതൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കഴിയും? പുതിയ വിശ്വാസികൾക്ക് കഴിയുമോ ദൈവത്തിന് സ്നേഹിതനാകാൻ? കഴിയുമോ? നമ്മുടെ കർത്താവിന് സ്നേഹിതനാകാൻ നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയും. എടുക്കാം യോഹന്നാന്റെ സുവിശേഷം, നമുക്കൊന്ന് എടുക്കാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം, അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, 15-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിച്ച്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. സ്തോത്രം. അപ്പൊ കർത്താവ് നമ്മളോട് പറയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ അധികമുള്ള സ്നേഹം ആർക്കുമില്ല. എന്നിട്ട് കർത്താവ് അതിനോടൊരു പദം ചേർത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളോട് കൽപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹിതന്മാർ തന്നെ. നമ്മുടെ കർത്താവിനെ നമ്മൾ ഏറ്റെടുക്കുകയും നമ്മുടെ കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്യുകയും അനുസരിക്കുകയും ചെയ്താൽ പുതിയ നിയമവിശ്വാസികളായി നമ്മളും ആരാണ്? നമ്മുടെ കർത്താവിന്റെ സ്നേഹിതന്മാരാണ്. ഹല്ലേലൂയ. അവന്റെ സ്നേഹിതന്മാരായി നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മയും അവന്റെ സ്നേഹിതന്മാരാക്കി അവൻ തീർത്തിരിക്കുകയാണ്. നാമും ആമേൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നാൽ അവന്റെ സ്നേഹിതന്മാരായി നമുക്കും അവന്റെ വരെ നമ്മുടെ വിഷയങ്ങളുമായി, ഏത് ഭാരപ്പെട്ട വിഷയങ്ങളുമായി അവനെടുക്കൽ ചെന്നാൽ അവരോട് പറയുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരോട് പറയുവാൻ നമുക്ക് സാവകാശമുണ്ട്. അവരോട് സംസാരിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ കർത്താവ് നമ്മുടെ സ്നേഹിതനാണ്. എത്ര പേർക്ക് ആ തിരിച്ചറിവ് പ്രാപിക്കാൻ കഴിയും? എന്റെ കർത്താവ് എന്റെ സ്നേഹിതനാണ്. ഇന്നു മുതൽ എന്റെ കർത്താവിനെ ഞാൻ സ്തോത്രം അപ്പാ പിതാവേ എന്ന് വിളിക്കും. അപ്പോൾ തന്നെ എന്റെ സ്നേഹിതനായിട്ടും എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ നിലയിൽ ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കും എന്നുള്ള തീരുമാനത്തോടെ സ്തോത്രം വിഷയങ്ങൾക്ക് മറുപടി അവൻ നമുക്ക് നൽകുമെന്ന ബോധ്യത്തോടും ഉറപ്പോടും കൂടെ മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.